പ്രേക്ഷകരെ, അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണം ഉണ്ടാകുമെന്ന വാർത്തകൾ ഞങ്ങൾ പങ്കുവെക്കുമ്പോൾ പലപ്പോഴും ഞങ്ങളുടെ യൂട്യൂബ് കോണ്ടന്റുകൾക്ക് താഴെ പലരും പല അഭിപ്രായങ്ങളും പങ്കുവെച്ച് കാണാറുണ്ട്. ഇല്ലാത്ത യുദ്ധം വരുത്തുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ഇറാന്റെയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പക്ഷം പിടിക്കുന്നവർ ഒരു ഭാഗത്തുണ്ട്. യുദ്ധം വരട്ടെ എന്ന് ആക്രോശിക്കുന്നവരും എവിടെയെങ്കിലും ആരെങ്കിലും യുദ്ധം ചെയ്താൽ തങ്ങൾക്ക് എന്ത് എന്ന് കരുതുന്നവരുമൊക്കെ ആ കൂട്ടത്തിൽ ഉണ്ട്. അതൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ. ഇതിൽ അവസാനം പറഞ്ഞ രണ്ട് കൂട്ടർ, അതായത് യുദ്ധം വരട്ടെ എന്ന് ആക്രോശിക്കുന്നവരും എവിടെയെങ്കിലും ആരെങ്കിലും യുദ്ധം ചെയ്താൽ ഞങ്ങൾക്ക് എന്ത് എന്ന് കരുതുന്നവരും, അവർ അറിയേണ്ടതാണ് ഇനിയുള്ള വാർത്ത. യുദ്ധം തുടങ്ങി വെറും 10 ദിവസം പിന്നിടുമ്പോൾ ആ യുദ്ധത്തിന്റെ കെടുതി നമ്മുടെ അടുക്കളയിൽ വരെ എത്തിയിരിക്കുകയാണ്. സംസ്ഥാനം പാചകവാതക ക്ഷാമത്തിലേക്ക് എന്ന നിലയെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ യുദ്ധം ലോകത്തെ വിവിധ രാജ്യങ്ങളെ ബാധിക്കുന്നതെന്ന് വളരെ വേഗത്തിൽ നോക്കാം. ഹോർമുസ് കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം നിലച്ചതോടെ വിവിധ രാജ്യങ്ങൾ കടുത്ത ഊർജ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കേണ്ടുന്ന സാഹചര്യം വന്നിരിക്കുകയാണ്. ഏഷ്യൻ രാജ്യങ്ങളെയാണ് കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ ഇന്ധനക്ഷാമം പരിഹരിക്കാനും ഊർജം ലാഭിക്കാനും വേണ്ടി വിദ്യാലയങ്ങൾക്ക് അവധി നൽകുകയും കർശനമായ ആഭ്യന്തര നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു കഴിഞ്ഞു. ഏറെ ദൂരത്തല്ല, നമ്മുടെ തൊട്ടടുത്ത രാജ്യമാണ്, അയൽ രാജ്യമാണ്. ബംഗ്ലാദേശ് ഊർജ പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് സർവകലാശാലകൾ അടച്ചുപൂട്ടുകയും ഇന്ധനത്തിന് കർശനമായ റേഷനിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പൈൻസും സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം കുറച്ചിരിക്കുകയാണ്. ശ്രീലങ്ക ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നതോടെ പെട്രോൾ ഡീസൽ വിലയിൽ ഒറ്റയടിക്ക് 8% വർധനവ് വരുത്തിയിരിക്കുകയാണ്. പെട്രോൾ ഡീസൽ വില വർധനവ് നിയന്ത്രിക്കാൻ ദക്ഷിണ കൊറിയയും തായ്ലൻഡും അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈജിപ്തിൽ ആഭ്യന്തര വിപണിയിൽ എണ്ണവില 14% മുതൽ 17% വരെ വർദ്ധിപ്പിച്ചു എന്ന വിവരങ്ങളാണ് വരുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന രാജ്യങ്ങളായതിനാൽ ഇന്ധനവില വർധനവ് ഈ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സാരമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട്. ഇന്ധനവില വർധനവ് ഏഷ്യൻ വിപണികളിൽ പണപ്പെരുപ്പത്തിന് കാരണമായിട്ടുണ്ട്. തായ്ലൻഡ്, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ കറൻസി മൂല്യം ഇടിയുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയരുകയും ചെയ്തു. അപ്പോൾ ഈ തരത്തിൽ എല്ലാ രാഷ്ട്രങ്ങളെയും ഈ യുദ്ധം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ. എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇറാനും ഇസ്രയേൽ US സഖ്യവും തമ്മിലെ യുദ്ധം ഒടുവിൽ ഇന്ത്യയിലെ അടുക്കളയ്ക്കും വലിയ ആഘാതം സൃഷ്ടിച്ചിരിക്കുന്നു. LPG ക്ഷാമം അതിരൂക്ഷമായതോടെ രാജ്യത്ത് മിക്കയിടത്തും റെസ്റ്റോറന്റുകൾ പൂട്ടിത്തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലും LPG വിതരണം ഏറെക്കുറെ സ്തംഭിച്ചെന്നും നിരവധി ഹോട്ടലുകൾ അടച്ചുവെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ ഉൾപ്പെടെയൊക്കെ ചൂണ്ടിക്കാട്ടുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഗാർഹിക സിലിണ്ടറുകളുടെ വില 60 രൂപയാണ് കൂട്ടിയിരുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വില 114.50 രൂപയും കൂട്ടി. അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോട്ടലുകൾക്കുള്ള ഗ്യാസ് സിലിണ്ടർ വിതരണം ഭാഗികമായി മാത്രം നിയന്ത്രിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിലച്ചു എന്ന നില വരികയാണ്. പ്രതിദിനം ശരാശരി 2 മുതൽ 25 സിലിണ്ടർ വരെ ഒക്കെ ഉപയോഗിക്കുന്ന ഹോട്ടലുകൾ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, വലിയൊരു വ്യവസായ ശൃംഖല തന്നെയാണ് ഹോട്ടലുകളുടേത്. പ്രതിസന്ധി കടുത്താൽ ആ വലിയ സാമൂഹിക ആഘാതവുമായി അതൊരു വലിയ സാമൂഹിക ആഘാതമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, അതിഥി തൊഴിലാളികളുടെ കേന്ദ്രങ്ങൾ തുടങ്ങിയിടങ്ങളിലെല്ലാം ഈ റെസ്റ്റോറൻറ്റുകൾ ഇല്ലാതായാലുള്ള ഒരു അവസ്ഥയൊന്ന് പ്രേക്ഷകർ ആലോചിച്ചു നോക്കൂ. ഭക്ഷണം കിട്ടാതാകും. വീടുകളിൽ നിന്ന് അകന്നു കഴിയുന്ന എത്ര മനുഷ്യർ ഈ റെസ്റ്റോറൻറ്റുകളെ മാത്രം ആശ്രയിച്ചാണ് കഴിയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഭക്ഷണത്തിന് നിയന്ത്രണം ഉണ്ടാകുന്നു എന്നത് ഒരുപാട് പേരെ ബാധിക്കുന്ന കാര്യമാണ്. സംസ്ഥാനത്ത് ഏകദേശം 1 ലക്ഷം ഹോട്ടലുകളുണ്ട്. ഇവയെല്ലാം ഇപ്പോൾ ഏതാണ്ട് പാചകവാതക വിതരണം പ്രതിസന്ധിയിലായതോടുകൂടി പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. മുംബൈയിൽ 20 മുതൽ 25% ഹോട്ടലുകൾ പൂട്ടിയെന്ന വിവരമാണ് വരുന്നത്. കൂടുതൽ ഹോട്ടലുകൾ വൈകാതെ അടയ്ക്കുമെന്ന് അവിടുത്തെ റെസ്റ്റോറന്റ് അസോസിയേഷനുകൾ വ്യക്തമാക്കിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബംഗളൂരു, ചെന്നൈ, ഗുരുഗ്രാം തുടങ്ങിയ സ്ഥലങ്ങളിലും ഹോട്ടലുകൾക്ക് താഴെ വീണു. ബീഹാർ, മഹാരാഷ്ട്ര, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ LPG ക്ഷാമം വലിയ രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. ഉപഭോഗത്തിനുള്ള 65% LPGയും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഇതിൽ തന്നെ 90% വാങ്ങുന്നത് സൗദി അറേബ്യ, ഖത്തർ, UAE തുടങ്ങിയ
ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നാണ്. അപ്പോൾ യുദ്ധത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടതാണ് ഇന്ത്യയിൽ ഇപ്പോൾ LPG പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുന്നത്. 85 മുതൽ 90 ലക്ഷം പേരാണ് ഇന്ത്യയിൽ ഹോട്ടൽ മേഖലയിൽ തൊഴിലെടുക്കുന്നത്. നോക്കൂ, എത്ര വലിയൊരു സംഖ്യയാണ്. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അടയ്ക്കുന്നത് ഇവരുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കും. പ്രതിവർഷം ശരാശരി 35,000 കോടി രൂപ സർക്കാരിന് നികുതി നൽകുന്ന ഹോട്ടൽ മേഖല ഇന്ത്യയിൽ ഏറ്റവും അധികം തൊഴിലുള്ള മൂന്നാമത്തെ വലിയ വ്യവസായമായാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയധികം ആളുകളുടെ ജീവിതത്തെ അത് ബാധിക്കും. പിന്നെ അതിനെ ആശ്രയിച്ച് ഭക്ഷണം കഴിക്കുന്നവർ, സ്ഥാപനങ്ങൾ, അതിനെയൊക്കെയും ബാധിക്കും. അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധി ലോകത്താകെ സൃഷ്ടിക്കാൻ പോകുന്ന സാഹചര്യമാണ് ഈ യുദ്ധം വരുത്തിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളും പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഇറാനിലെ സംഘർഷം തമിഴ്നാട്ടിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ടും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിട്ടുണ്ട്. സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സ്റ്റാലിൻ ഒരു അവലോകന യോഗം അവിടെ വിളിച്ചു ചേർക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തമിഴ്നാട് പറയുന്നു. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും ഇത് ബാധിക്കുകയാണ്. നമുക്കും വലിയ രീതിയിൽ ഇതിന്റെ കെടുതികളുണ്ട്. വലിയ രീതിയിലുള്ള നിയന്ത്രണം LPG വിതരണവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അത് കൂടുതൽ കടുക്കാൻ പോകുന്ന ദിവസങ്ങളാണ് വരുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലമുള്ള വിതരണ പ്രതിസന്ധി മുന്നിൽ കണ്ട് അവശ്യ വസ്തു നിയമം കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. 1955 ഈ നിയമം കൂടുതൽ കർശനമാക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പ്രകൃതിവാതകം എന്നിവയ്ക്ക് ഈ നടപടി ബാധകമാക്കിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി മറികടക്കുന്നത് ഉദ്ദേശിച്ചുകൊണ്ടാണ് സർക്കാർ ഈ ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പ്രകൃതിവാതക വിതരണം ചില നിർണായക മേഖലകൾക്ക് മുൻഗണന നൽകും എന്ന തരത്തിൽ ആക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആഭ്യന്തര ആവശ്യങ്ങൾ, ഗതാഗതത്തിനുള്ള CNG, LPG ഉൽപാദനം, പൈപ്പ് ലൈൻ, കംപ്രസർ ഫ്യൂവൽ, മറ്റു നിർണായക പൈപ്പ് ലൈൻ ആവശ്യങ്ങൾ എന്നിവയ്ക്ക് ഗ്യാസ് വിതരണ മുൻഗണന നൽകും എന്നതാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്ത് ഏകദേശം 382 ദശലക്ഷം LPG ഉപഭോക്താക്കളെ ബാധിക്കാവുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഇവർക്കുള്ള വിതരണം തടസ്സമില്ലാതെ തുടരാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് പ്രധാനമായും ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മുംബൈ, ബംഗളൂരു, ചെന്നൈ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചില്ലേ, ആ ഇടങ്ങളിലൊക്കെ പ്രധാന നഗരങ്ങളിൽ LPG സിലിണ്ടറുകളുടെ ലഭ്യത കുറവ് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ കേന്ദ്രം ഈ അടിയന്തര നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു യുദ്ധവും നല്ലതൊന്നും ബാക്കി വെക്കില്ല. ലോകത്തിന്റെ ഏതൊരു കോണിലുണ്ടാകുന്ന യുദ്ധവും എല്ലാവരെയും ബാധിക്കും. അത്രമാത്രം കണക്റ്റഡ് ആണ് ഈ ലോകം. നമ്മുടെ ഫുഡ് ചെയിൻ പോലെ അത് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് യുദ്ധമല്ല, സമാധാനവും സഹവർത്തിത്വവുമാണ് പുലരേണ്ടത്. അങ്ങനെ ഒരു കാലത്തേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.